അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ ലൂക്കാസ്. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ തോന്നുന്നു. ഈസ്ട്രജന്റെയും വൈറ്റമിൻ ഡിയുടെയും കുറവാണ് മിക്ക സ്ത്രീകളുടെയും മുടി കൊഴിച്ചിലിന്റെ പ്രധാന കാരണം. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ സ്ത്രീകളുടെ മുടിയുടെ വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ ഹെർബൽ ഈസ്ട്രജനാലും വൈറ്റമിൻ ഡിയാലും സമ്പുഷ്ടമാക്കിയതാണ് അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 17 ശനിയാഴ്ച. അവധിയിൽ പോയ ഉദ്യോഗസ്ഥരുടെ സ്ഥാനത്ത് ഇനി ഉടൻ ആളെ നിയമിക്കാൻ അനുമതി നൽകി കേരള സർക്കാർ പുതിയ ഉത്തരവ് പുറത്തിറക്കി. 3 മാസത്തേക്കോ അതിൽ കൂടുതലായിട്ടുള്ള അവധിയിൽ പോയ ഉദ്യോഗസ്ഥരുടെ ഒഴിവുകൾക്ക് ഇനി ഉടൻ തന്നെ സ്ഥാനക്കയറ്റം നൽകി ആളെ നിയമിക്കാനുള്ള അനുമതിയാണ് സർക്കാർ നൽകിയത്. വകുപ്പുകളുടെ ജോലി തടസ്സപ്പെടാതെ നടക്കാൻ വേണ്ടിയാണ് ഈ മാറ്റം വരുത്തിയതെന്ന് സർക്കാർ വ്യക്തമാക്കി. പാക് ഭീകരത തുറന്നുകാട്ടാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിദേശ പര്യടന സംഘത്തിലേക്ക് കോൺഗ്രസ് ശശി തരൂരിനെ നിർദ്ദേശിച്ചില്ലെന്ന് ഔദ്യോഗിക സ്ഥിരീകരണം. കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് സമൂഹമാധ്യമത്തിൽ പാർട്ടി കൊടുത്ത ലിസ്റ്റ് പുറത്തുവിട്ടത്. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, രാജ ബ്രാർ എന്നിവരുടെ പേരുകളാണ് കോൺഗ്രസ് നൽകിയത്. എന്നാൽ ഇതെല്ലാം തള്ളിയാണ് കേന്ദ്ര സർക്കാർ ശശി തരൂരിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയത്. പാക് ഭീകരതയെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ചും വിദേശ രാജ്യങ്ങളിൽ വിശദീകരണം നൽകാനുള്ള സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചതായി ശശി തരൂർ MP. സർക്കാർ ക്ഷണം ബഹുമതിയായി കാണുന്നുവെന്നും ദേശതാൽപര്യം തന്നെയാണ് മുഖ്യമെന്നും 5 രാജ്യങ്ങളിലേക്കുള്ള പ്രതിനിധി സംഘത്തെ നയിക്കുന്നത് അഭിമാനമെന്നും തരൂർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാകിസ്ഥാൻ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ തുടർച്ചയായ പോരാട്ടവും ഓപ്പറേഷൻ സിന്ദൂറും വിശദീകരിക്കാൻ ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന സർവകക്ഷി സംഘവുമായി സഹകരിക്കുമെന്ന് CPM നേതൃത്വം. ഇന്ത്യയുടെ നിലപാട് ഉന്നയിക്കാൻ പോകുന്ന സംഘത്തോട് നിസ്സഹകരിക്കുന്നത് ഉചിതമാവില്ലെന്നാണ് പാർട്ടി വൃത്തങ്ങളുടെ വിലയിരുത്തൽ. പോസ്റ്റൽ ബാലറ്റുകളിൽ കൃത്രിമം നടത്തിയെന്ന G. സുധാകരന്റെ പ്രസ്താവനയ്ക്കെതിരെയുള്ള കേസിന്റെ പുരോഗതി അറിയിക്കാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആലപ്പുഴ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി. സംഭവം വിവാദമായതിന് പിന്നാലെ സുധാകരൻ തിരുത്തിയെങ്കിലും നിയമ നടപടികളുമായി മുന്നോട്ടു പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിക്കുകയായിരുന്നു. കേരള സന്ദർശനത്തിൽ നിന്ന് FIFA ലോകകപ്പ് ജേതാക്കളായ അർജന്റീന പിന്മാറിയതിന് പിന്നാലെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റ് കമ്പനിക്കെതിരെ കായിക മന്ത്രി V. അബ്ദുറഹ്മാൻ. ലിയണൽ മെസ്സിയും അർജന്റീനയെയും കേരളത്തിൽ കൊണ്ടുവരുന്നത് സർക്കാരല്ല, സ്പോൺസറാണെന്ന് കായിക മന്ത്രി വ്യക്തമാക്കി. അർജന്റീന ടീമിന്റെ സൗഹൃദ മത്സരങ്ങൾ കഴിഞ്ഞ ദിവസം തീരുമാനമായിരുന്നു. അതിൽ ഇന്ത്യ ഉണ്ടായിരുന്നില്ല. ഒക്ടോബറിൽ ചൈനയിൽ 2 മത്സരങ്ങൾ കളിക്കുമെന്ന് മാത്രമാണ് വിവരം. ലിയോണൽ മെസ്സിയും അർജന്റീന ടീമും വരുന്നതിന്റെ ചെലവുകൾ ഏറ്റെടുക്കാമെന്ന് തെറ്റിദ്ധരിപ്പിച്ച് വൻ തുക പിരിച്ച് ഒരു വിഭാഗം തട്ടിപ്പ് നടത്തിയെന്ന് സ്വർണ്ണ വ്യാപാരി സംഘടന AKGSMA. സംഭവത്തിൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ട് സംഘടനയുടെ പ്രതിനിധികൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ കത്തയച്ചു. മുൻ MLA A. പ്രദീപ് കുമാറിനെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. 3 ടേമിൽ കോഴിക്കോട് നോർത്തിൽ നിന്ന് MLA തിരഞ്ഞെടുക്കപ്പെട്ട A. പ്രദീപ് കുമാർ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ നവീകരണ പദ്ധതികളിലൂടെ ശ്രദ്ധേയനാണ്. മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയെ നിയമിതനായതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ച് A. പ്രദീപ് കുമാർ, പാർട്ടി ഏൽപ്പിച്ച ചുമതലയാണ് പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം. അത് സ്ഥാനലബ്ധിയല്ല, ചുമതലയാണ്. ആ ചുമതല നന്നായി ചെയ്യാൻ ശ്രമിക്കും. സർക്കാർ നന്നായി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ നേതൃത്വവുമായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ നിയോഗിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടിക്കാനുള്ള ദൗത്യം വനം വകുപ്പ് 6ാം ദിവസവും തുടരുകയാണ്. നരഭോജി കടുവയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഗഫൂറിനെ ആക്രമിച്ച സ്ഥലത്ത് തന്നെയാണ് കടുവയെ കണ്ടതെന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അഭിഭാഷകയെ മുഖത്തടിച്ച സംഭവത്തിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിലെ ചർച്ച വിലക്കി ബാർ അസോസിയേഷൻ. ബാർ അസോസിയേഷൻ അംഗങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ശ്യാമിലി വോയിസ് മെസ്സേജ് അയച്ചതിനെ തുടർന്നാണ് വിലക്ക്. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണം എന്നാണ് ബാർ അസോസിയേഷന്റെ നിലപാട്. ശ്യാമിലി തനിക്കെതിരായ പ്രചാരണത്തിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രതികരിച്ചതിനെ തുടർന്നാണ് ബാർ അസോസിയേഷന്റെ നീക്കം.
സീനിയർ അഭിഭാഷകന്റെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയായ യുവ അഭിഭാഷക ശ്യാമിലി ബാർ അസോസിയേഷൻ ഭാരവാഹികൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത്. അഭിഭാഷകരുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ് ശ്യാമിലിയുടെ പ്രതികരണം. വിഷയത്തിൽ സഹപ്രവർത്തകർ തന്റെ കൂടെ നിൽക്കില്ലെന്ന് പൂർണ്ണ ബോധ്യമായെന്ന് ശ്യാമിലി പറഞ്ഞു. പരോൾ നൽകുന്നതിൽ ജയിൽ മേധാവിയെ തിരുത്തി ആഭ്യന്തര വകുപ്പ്. പോലീസ് റിപ്പോർട്ട് എതിരായ പ്രതികൾക്ക് ജയിൽ മേധാവിയുടെ അധികാരം ഉപയോഗിച്ച് പരോൾ നൽകരുതെന്ന് കാണിച്ച് ആഭ്യന്തര സെക്രട്ടറി കത്ത് നൽകി. വിസ്മയ കേസിലെ പ്രതി കിരൺകുമാർ അടക്കമുള്ളവർക്ക് പോലീസ് റിപ്പോർട്ട് അവഗണിച്ച് പരോൾ നൽകിയതിൽ സർക്കാരിന് പരാതി വന്ന സാഹചര്യത്തിലാണ് നടപടി. ടെന്റ് തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ അവളുടെ സുഹൃത്തുക്കൾക്ക് ആർക്കും പരിക്ക് പറ്റിയില്ലെന്നും തന്റെ മകൾ മാത്രമാണ് അപകടത്തിൽപ്പെട്ടതെന്നും നിഷ്മയുടെ അമ്മ ജസീല. ഇത്രയും സുരക്ഷിതമല്ലാത്ത ഹട്ടിൽ താമസിക്കാൻ പെർമിറ്റ് ഉണ്ടായിരുന്നോയെന്നും എന്തുകൊണ്ടാണ് തന്റെ മകൾക്ക് മാത്രം അപകടം സംഭവിച്ചതെന്നും അപകടത്തിന്റെ വ്യക്തമായ കാരണം അറിയണമെന്നും നീതി കിട്ടണമെന്നും അവർ പറഞ്ഞു. കൊല്ലത്തെ കശുവണ്ടി വ്യവസായിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എടുത്ത കേസ് ഒതുക്കാമെന്ന് വാഗ്ദാനം നൽകി പണം തട്ടാൻ ശ്രമിച്ച കേസിലെ വിജിലൻസ് അന്വേഷണം എത്തി നിൽക്കുന്നത് ED ഉദ്യോഗസ്ഥനിൽ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പേരിൽ നടത്തിയ വമ്പൻ പണം തട്ടിപ്പിൽ ED അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിജിലൻസ് ഒന്നാം പ്രതിയാക്കി. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും. അതാണ് KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഏത് ശാഖയിലും സ്വർണം വയ്ക്കൂ. മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വച്ചും പണം പിൻവലിക്കൂ. പരമാവധി 50 ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ്. 24/7 സേവനം. ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട, സമയവും നോക്കേണ്ട. KSFE സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ്. ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്. ജമ്മുകാശ്മീരിലെ സോപ്പോറയിൽ സംസ്ഥാന അന്വേഷണ ഏജൻസിയുടെ വ്യാപക റെയ്ഡ്. ഭീകരപ്രവർത്തനങ്ങൾക്ക് സഹായം എത്തിക്കുന്നവരെ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടക്കുന്നതെന്നാണ് വിശദീകരണം. അതിർത്തി മേഖലകളിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ കരസേന നോർത്തേൺ കമാൻഡർ ലഫ്റ്റനന്റ് ജനറൽ പ്രതീക് ശർമ്മ നേരിട്ടെത്തി വിലയിരുത്തി. ഇന്ത്യ പാക് സംഘർഷത്തെ സംബന്ധിച്ചും ഓപ്പറേഷൻ സിന്ദൂറിനെ സംബന്ധിച്ചും പാകിസ്ഥാന് വിവരങ്ങൾ അപ്പപ്പോൾ കൈമാറിയെന്ന് സംബന്ധിച്ച് ഹരിയാനയിലെ കൈതാളിൽ അറസ്റ്റിലായ യുവാവ്. ഗുഹ്ള പോലീസ് സ്റ്റേഷന് കീഴിലുള്ള മസ്ത്ഗഡ് ഗ്രാമത്തിൽ താമസിക്കുന്ന ദേവേന്ദർ സിംഗ് എന്ന 25-കാരനാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടിയിലായത്. നോയിഡയിൽ വീടുകളുടെയും ഫ്ളാറ്റുകളുടെയും ബാൽക്കണിയിലെ പാരപ്പറ്റിൽ നിന്ന് പൂച്ചട്ടികൾ ഉടൻ നീക്കം ചെയ്യാൻ നിർദ്ദേശം. പൂനെയിലെ പാർപ്പിട സമുച്ചയത്തിൽ ബാൽക്കണി റെയിലിംഗിൽ വെച്ചിരുന്ന പൂച്ചട്ടി വീണ് ഒരു കുട്ടി മരിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം എടുത്തതെന്ന് അധികൃതർ പറഞ്ഞു. അപകടങ്ങൾ ഉണ്ടായാൽ ഫ്ളാറ്റ് ഉടമ, അസോസിയേഷൻ പ്രസിഡന്റ്, ബിൽഡർ എന്നിവർക്ക് എതിരെ FIR ഫയൽ ചെയ്യുമെന്ന് നോയിഡ അതോറിറ്റി അറിയിച്ചു. ഉത്തർപ്രദേശിലെ കാൺപൂരിൽ ഒരേ സ്വകാര്യ ക്ലിനിക്കിൽ മുടി മാറ്റിവെക്കൽ ചികിത്സ നടത്തിയ 2 എഞ്ചിനീയർമാർ മരിച്ചതായി പരാതി. വിനീത് ദുബെ, മായങ്ക് കത്യാർ എന്നീ എഞ്ചിനീയർമാരുടെ മരണത്തിന് പിന്നാലെയാണ് ബന്ധുക്കൾ പരാതി നൽകിയത്. ഡോക്ടർ അനുഷ്ക തിവാരിയുടെ എംപയർ ക്ലിനിക്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷന് എത്തിയവരാണ് മരിച്ചതെന്ന് പോലീസ് അറിയിച്ചു. മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി ജഗദീഷ് ദേവഡ ദളിതനായതുകൊണ്ടാണ് ഇങ്ങനെ ആക്രമിക്കപ്പെടുന്നതെന്നും ദേവഡയെ ഉപമുഖ്യമന്ത്രിയാക്കിയത് കോൺഗ്രസ് അംഗീകരിക്കുന്നില്ലെന്നും BJP വക്താവ് അമിത് മാളവ്യ. രാജ്യം മുഴുവൻ സൈനികരുടെ കാൽക്കൽ വണങ്ങുന്നു എന്നാണ് ഉപമുഖ്യമന്ത്രി പറഞ്ഞതെന്നും ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെയും കോൺഗ്രസിനെയും പിടിച്ചുകുലുക്കിയെന്നും അമിത് മാളവ്യ പ്രതികരിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾക്കിടയിൽ പാകിസ്ഥാന് നൽകിയ പിന്തുണയിൽ വെട്ടിലായി തുർക്കി. പാകിസ്ഥാന് നൽകിയ പിന്തുണ രാജ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിംഗ് വ്യവസായത്തെയടക്കം ബാധിച്ചിരിക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ വെഡ്ഡിംഗ് പ്ലാനർമാരുടെ വ്യാപക ബഹിഷ്കരണത്തെ തുടർന്ന് ആഡംബര ടൂറിസത്തിന്റെ പ്രധാന ഘടകമായിരുന്ന ഈ മേഖല തകർച്ചയിലേക്ക് നീങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ. US-ൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പണം അയക്കുമ്പോൾ 5% നികുതി ചുമത്താൻ തീരുമാനം. 25 ലക്ഷത്തിലേറെ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോലി ചെയ്യുന്നുവെന്നും ഇവർ ഓരോ വർഷം $2,300 കോടി നാട്ടിലേക്ക് അയക്കുന്നുവെന്നുമാണ് കണക്ക്. ഇതിൽ 5% നികുതി വന്നാൽ അത് ഇന്ത്യക്ക് കനത്ത തിരിച്ചടിയാകും. ഈ മാസം തന്നെ ബിൽ പാസാക്കി നിയമമാക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ നീക്കം. കുടിയേറ്റക്കാർക്ക് പൗരത്വത്തിനായി റിയാലിറ്റി ഷോയുമായി അമേരിക്ക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റീസാണ് കുടിയേറ്റക്കാർക്ക് വേണ്ടി ടെലിവിഷൻ റിയാലിറ്റി ഷോ നടത്തുന്ന കാര്യം പരിഗണിക്കുന്നത്.
പങ്കെടുത്ത് വിജയിക്കുന്നവർക്ക് US പൗരത്വം സമ്മാനിക്കും. ഇത്തരമൊരു നിർദ്ദേശം പരിഗണനയിലുണ്ടെന്ന് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റീസ് സ്ഥിരീകരിച്ചു. പരാജയപ്പെടുന്നവർക്ക് രാജ്യം വിട്ടുപോകേണ്ടി വരുമെന്നതാണ് യാഥാർത്ഥ്യം. 90.23 മീറ്റർ ദൂരമെറിഞ്ഞ് സ്വന്തം റെക്കോർഡ് തിരുത്തി ദോഹ ഡയമണ്ട് ലീഗിൽ വെള്ളി നേടിയ ഇന്ത്യൻ ജാവലിൻ ത്രോ താരം നീരജ് ചോപ്രയ്ക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3ാം ശ്രമത്തിലാണ് നീരജ് വ്യക്തിഗത റെക്കോർഡ് തിരുത്തിയത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.